നമസ്കാരം. ഉദ്യോഗസ്ഥരെ ചേർത്ത് പിടിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതിന്റെ ഭാഗമായി മിനിമം വേതന നിരക്ക് പരിഷ്കരിച്ചതായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. വേരിയബിൾ ഡിയറൻസ് അലവൻസ് പരിഷ്കരിച്ചാണ് കേന്ദ്ര സർക്കാർ മിനിമം വേതന നിരക്ക് വർദ്ധിപ്പിച്ചതായി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് നന്നായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് അസംഘടിത മേഖലയിലുള്ളവർക്ക് മിനിമം വേതന നിരക്ക് വർദ്ധിപ്പിച്ചത് സഹായമാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. 2024 ഒക്ടോബർ 1 മുതൽ മിനിമം വേതന നിരക്ക് പ്രാബല്യത്തിൽ വരുമെന്നാണ് കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ഒരു വശത്തു നിന്ന് തൊഴിലാളികൾക്ക് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇത്. ഇത്തരത്തിലുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത കേന്ദ്രത്തിൽ നിന്ന് പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലും മറുവശത്ത് നമ്മുടെ നാട്ടിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ നിരാശ മാത്രമാണ് ബാക്കി. അതായത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് നിലവിൽ ജോലിയുള്ളവർക്ക് ശമ്പളം കൃത്യമായി ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതുമല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അതായത് രാജ്യത്ത് തന്നെ ഏറ്റവും തൊഴിൽ തേടി നടക്കുന്ന യുവാക്കളുള്ള ഏറ്റവും കൂടുതൽ ആളുകളുള്ള സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. യുവാക്കളുടെ പൾസിനനുസരിച്ച് പ്രവർത്തിക്കുന്ന സർക്കാരാണ് ഇടതു സർക്കാർ എന്ന് സംസാരിക്കുന്നതെങ്കിൽ പോലും യാഥാർത്ഥ്യം വളരെ ദയനീയമാണ് എന്ന് പറയാതെ വയ്യ. കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് ഏകദേശം 29.9% ഉണ്ട് എന്നതാണ് ഏറ്റവും അടുത്ത കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. കേരളം കഴിഞ്ഞാൽ തൊഴിലില്ലായ്മയിൽ നാഗാലാൻഡ് ആണ് ഉള്ളത്. അത് കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ്, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ആൻഡമാനും ലക്ഷദ്വീപുമാണ് തൊഴിലില്ലായ്മയിൽ കൂടുതലുള്ള സംസ്ഥാനങ്ങൾ. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് നടത്തിയിട്ടുള്ള ആനുകാലിക ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് പ്രകാരമാണ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത യുവാക്കൾ അല്ലെങ്കിൽ യുവതലമുറയുള്ളത് എന്നത് വ്യക്തമാക്കുന്നത്. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 10.2% നിൽക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലിയില്ലാതെ നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. യുവാക്കളെക്കാൾ അധികം യുവതികൾക്കാണ് കേരളത്തിൽ ജോലി ലഭ്യമാകാത്തത് എന്നും പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു, സ്ത്രീകൾക്ക് വേണ്ടി മനുഷ്യച്ചങ്ങല കൂട്ടുന്നു, അങ്ങനെ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകി അവർക്ക് അർഹതപ്പെട്ടതൊക്കെ യാഥാർത്ഥ്യമാക്കി നൽകുന്ന സർക്കാരാണെന്ന് പറയുന്നതും ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ പറയേണ്ടതുണ്ട്. സംസ്ഥാനത്ത് 15-നും 29-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ 47.1% തൊഴിൽ രഹിതരാണ് എന്നാണ് വിവരം. ഈ പ്രായ വിഭാഗത്തിൽപ്പെട്ട യുവാക്കളിൽ 19.1% ആളുകൾക്കും ജോലിയില്ല. തമിഴ്നാടിന് 15%, കർണാടകയ്ക്ക് 10.2% എന്നിങ്ങനെയൊക്കെ പറയുമ്പോഴും കേരളത്തിന് അത് 29% എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള ജനങ്ങളുടെ കാര്യം സർക്കാർ എത്രമാത്രം കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് വ്യക്തമാകുകയാണ്. ശമ്പളമില്ല, സർക്കാർ ജോലി നേടിയവർക്ക് ശമ്പളമില്ലാത്തവരുടെ കാര്യമാണെങ്കിൽ പറയാത്തതാണ് നല്ലത്. ഒരു തരത്തിലുമുള്ള ജോലി കേരളത്തിൽ സാധ്യമല്ല. പലരും സ്വന്തമായുള്ള വ്യവസായങ്ങളൊക്കെ സ്ഥാപിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അത് CPM-നെ പോലുള്ള DYFI പോലുള്ള ചില സംഘടനകൾ അവരുടെ കൊടി നാട്ടി ആ ബിസിനസ് ഒക്കെ ഇല്ലാതാക്കുന്ന ഒരു സ്ഥിരമായ കാഴ്ചയും കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. അതായത് ജോലി ചെയ്യാൻ ഒരു തരത്തിലും കേരളത്തിൽ യാതൊരു സഹായവും ലഭ്യമാകുന്നില്ല എന്ന് മാത്രമല്ല, ജോലി ചെയ്യാൻ സ്വമേധയാ തയ്യാറാകുന്നവർക്ക് പോലും ഒരു തടയായി മാറുകയാണ് ഇവിടുത്തെ ഭരണ സർക്കാരിന്റെ കീഴിലുള്ള ഭരണത്തിന്റെ പാർട്ടിയിലുള്ള ചില അണികളുടെ പ്രവർത്തനങ്ങൾ എന്ന് വേണം പറയാൻ. എന്തായാലും കേരളത്തിൽ വളരെ ശോചനീയമായ രീതിയിലാണ് ജോലി കാര്യങ്ങൾ പോകുന്നത്. അതേ സ്ഥാനത്ത് ഉദ്യോഗസ്ഥരെയും ജോലി സാധ്യതകളെയും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്.